2023 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് Leave the world behind. ഒരു കുടുംബം അവധി ആഘോഷിക്കാൻ വേണ്ടി ഒരു ദ്വീപിൽ പോയി. പക്ഷെ അവരവിടെ എത്തിയത് മുതൽ ആ ദ്വീപിൽ ചില വിചിത്രമായ പ്രതിഭാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ന്യൂയോർക്ക് സിറ്റിയിലെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ക്ലേ ഉറക്കമെണീറ്റപ്പോൾ അവന്റെ ഭാര്യ അമാൻഡ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു. ന്യൂയോർക്കിന് സമീപത്തൊരു മനോഹരമായ ദ്വീപുണ്ട്. ഇവര് ഒരാഴ്ചത്തെ ട്രിപ്പിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്, ആർച്ചിയും റോസും. അവരെയും കൂടെ കൊണ്ടാണ് പോകുന്നത്. റോസ് ഫ്രണ്ട്സ് എന്ന TV ഷോയുടെ വലിയ ഫാനാണ്. അവൾ എപ്പോഴും അത് കാണാറുണ്ട്. പോകുന്ന വഴിക്കും അത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. കുറെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവര് ദ്വീപിലെത്തി. ഇവിടെ നേരത്തെ തന്നെ അവരൊരു വലിയ വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. വീടെന്നതിലുപരി ഇതൊരു കൊട്ടാരമാണ്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഗംഭീരമായ ഒരു കൊട്ടാരം. ഒരലമാര നിറയെ ഔഷധ ഗുണമുള്ള കഷായ പാനീയങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് ക്ലേ പെട്ടെന്ന് ചെന്ന് അത് തുറക്കാൻ നോക്കി. പക്ഷെ അവൻ ചമ്മിപ്പോയി, കാരണം അത് പൂട്ടിയിരിക്കുകയായിരുന്നു. ശേഷം അമാൻഡ സമീപമുള്ള ഒരു മാർക്കറ്റിൽ പോയി. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരികെ വരാൻ നേരം ഒരു മനുഷ്യൻ കുറെ മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി അയാളുടെ വണ്ടിയിൽ കയറ്റുന്നത് കണ്ടു. ഇവനൊരു മണ്ടനായിരിക്കുമെന്ന് കരുതി അമാൻഡ അത് കാര്യമാക്കിയില്ല. ശേഷം വൈകുന്നേരം കുടുംബത്തോടൊപ്പം അവര് ബീച്ചിൽ പോയി. ബീച്ചിൽ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. അതിനാൽ അമാൻഡയ്ക്ക് സന്തോഷമായി. കാരണം സിറ്റിയിലായിരുന്നെങ്കിൽ ഇതുപോലെ ബീച്ചിൽ പോകുമ്പോൾ കാല് കുത്താൻ പോലും സ്ഥലം കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറച്ചുനേരം സ്വസ്ഥമായിട്ട് ബീച്ചിലിരിക്കാമല്ലോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് അകലെ നിന്നും ഒരു വലിയ കപ്പൽ വരുന്നത് റോസ് ശ്രദ്ധിച്ചത്. ആദ്യം ആരും തന്നെ അത് വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. പക്ഷേ അത് പതിയെ പതിയെ കരയുടെ അടുത്തോട്ട് വന്നപ്പോഴാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത്. എന്തെന്നാൽ ബീച്ചിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടും അതിന്റെ വേഗത കുറയുന്നില്ല. അത് തിരിച്ചറിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പെട്ടെന്ന് അവിടെ എണീറ്റ് ഓടി മാറി. നിമിഷങ്ങൾക്കകം കപ്പൽ വന്ന് കരയിൽ ഇടിച്ചു നിന്നു. ഉടനെ സേഫ്റ്റിക്ക് വേണ്ടി പോലീസുകാർ വന്ന് എല്ലാവരെയും ബീച്ചിൽ നിന്നും പറഞ്ഞയച്ചു. ഇതെന്താണ് സംഭവമെന്ന് ക്ലേ ഒരു പോലീസുകാരനോട് ചോദിച്ചു. സംഭവം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മുതൽ എന്തോ കാരണത്താൽ GPS സംവിധാനങ്ങളെല്ലാം തകരാറിലായി പോയിരിക്കുകയാണ്. അങ്ങനെ വഴി തെറ്റിയാണ് ഈ കപ്പൽ ബീച്ചിലെത്തിയത്. സമീപമുള്ള വേറെയും ചില ബീച്ചുകളിലും ഇന്ന് ഇതുപോലെ നിരവധി കപ്പലുകൾ വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് GPS ഒന്നും വർക്ക് ആകാത്തതെന്ന് മാത്രം അറിയില്ല. അങ്ങനെ അവര് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ചു കഴിഞ്ഞ് അമാൻഡ ലാപ്ടോപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്റർനെറ്റ് കിട്ടുന്നില്ലെന്ന കാര്യം ശ്രദ്ധിച്ചു. പിന്നെ അവൾ ചെന്ന് TV ഓൺ ചെയ്ത് നോക്കിയപ്പോൾ TVയിലും സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെ ആശങ്കയിലിരിക്കുന്ന സമയത്താണ് പിള്ളേർ 2 കൂടെ പൂളിൽ കിടന്ന് കളിക്കുന്നത് ക്ലേ കണ്ടത്. അതവൻ അമാൻഡയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. കുറച്ചു കഴിഞ്ഞ് മുറ്റത്ത് 2 മാനുകൾ നിൽക്കുന്നതും ക്ലേ ശ്രദ്ധിച്ചു. അത് നല്ലത് സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണെന്നാണ് ക്ലേ പറഞ്ഞത്. ശേഷം അന്ന് രാത്രി പിള്ളേരെ ഉറക്കിയിട്ട് ക്ലേയും അമാൻഡയും കൂടെ അവരുടെ ജോലികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ കോളിംഗ് ബെൽ അടിച്ചു. ഈ പാതിരാത്രിയിൽ ആരാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്ത് അവർക്ക് ശകലം പേടി തോന്നി. ചിലപ്പോൾ കള്ളന്മാര് വല്ലതുമായിരിക്കുമോ എന്ന് കരുതി ക്ലേ ഒരു തടിയും എടുത്ത് കയ്യിൽ കരുതിയിട്ടാണ് ചെന്ന് വാതില് തുറന്നത്. പക്ഷേ നോക്കിയപ്പോൾ നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞ ഒരു VIP-യും പിന്നെ പിച്ചക്കാരിയെ പോലെ വേഷമണിഞ്ഞ ഒരു പെണ്ണിനെയുമാണ് കണ്ടത്. ജോർജ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ മകൾ റൂത്ത് ആണ് പിച്ചക്കാരിയെ പോലെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജോർജിന്റെ വീടാണ്. ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ ഒരാഴ്ച ജോർജിന് സിറ്റിയിൽ തങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ സിറ്റിയിൽ പോകുമ്പോൾ ഇവിടെ ഒരാഴ്ച വീട് വെറുതെ കിടന്ന് പൊടിയടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് വീട് വാടകയ്ക്ക് കൊടുക്കാമെന്ന് ജോർജ് കരുതിയത്. ഇന്ന് ദ്വീപിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിറ്റിയിൽ പോകാമെന്നായിരുന്നു ജോർജിന്റെ പ്ലാൻ. പക്ഷേ ബിസിനസിന്റെ ആവശ്യങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് കുറച്ചു നേരത്തെയാണ് ജോർജിന്റെ ബോസ് അവനെ വിളിച്ചറിയിച്ചത്. അതുകൊണ്ടാണ് അവര് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ജോർജ് തന്നെയാണോ വീടിന്റെ ഉടമസ്ഥനെന്ന കാര്യത്തിൽ ക്ലേക്കും അമാൻഡയ്ക്കും യാതൊരു ഉറപ്പുമില്ല. കാരണം ഇമെയിലിലൂടെ മാത്രമേ ഇതുവരേക്കും അവള് ജോർജിന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. അതിനാൽ ജോർജിനെയും റൂത്തിനെയും വീട്ടിൽ നിർത്തുന്നതിൽ അമാൻഡയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു മടിയുമില്ലാതെ അവൾ അങ്ങനെ തന്നെ ജോർജിനോട് പറയുകയും ചെയ്തു. പക്ഷെ റൂത്ത് വിട്ടുകൊടുത്തില്ല. നിങ്ങളുടെ കാശ് റീഫണ്ട് ചെയ്തിട്ട് നിങ്ങളെ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ ഇറക്കി വിടാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകണമെന്ന് റൂത്ത് പറഞ്ഞു. അത് കേട്ട് ക്ലേയും അമാൻഡയും ടെൻഷനിലായി. എന്നാൽ അങ്ങനെയൊന്നും വേണ്ടെന്ന് ജോർജ് പറഞ്ഞു. എന്നിട്ട് മറ്റൊരു മാർഗം മുന്നോട്ട് വെച്ചു. ഒരാഴ്ചത്തേക്ക് 1.5 ലക്ഷം രൂപയാണ് ക്ലേ വാടക നൽകിയത്. ഞങ്ങളും കൂടെ ഇവിടെ താമസിക്കുന്നതിന് പകരമായിട്ട് അതിന്റെ പകുതി നിങ്ങൾക്ക് തിരികെ നൽകാമെന്ന് ജോർജ് പറഞ്ഞു. അത് മാത്രമല്ല നമ്മൾ താഴെ ബേസ്മെന്റിൽ കിടന്നോളാമെന്നും പറഞ്ഞു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു താക്കോല് കൊണ്ട് ജോർജ് ഔഷധ കഷായ പാനീയങ്ങൾ വെച്ചിരിക്കുന്ന അലമാര തുറന്നു. അത് കണ്ടപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ഇയാള് തന്നെയാണെന്ന് ക്ലേക്കും അമാൻഡയ്ക്കും മനസ്സിലായി.
അലമാരയിൽ കുറച്ച് കാശുമുണ്ടായിരുന്നു. അതിൽ നിന്ന് 80,000 രൂപയെടുത്ത് ജോർജ് ക്ലേയ്ക്ക് നൽകി. അത്രയും രൂപ കണ്ടതും ഉടൻ തന്നെ ക്ലേ അത് വാങ്ങിയിട്ട് അവരെ ഇവിടെ നിർത്താമെന്ന് സമ്മതിച്ചു. ശേഷം ഔഷധ പാനീയങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പരസ്പരം സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ താങ്കളുടെ വൈഫ് എവിടെയാണെന്ന് അമാൻഡ ചോദിച്ചു. അവൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് വേണ്ടി മൊറോക്കോയിൽ പോയിരിക്കുകയാണെന്ന് ജോർജ് പറഞ്ഞു. നിങ്ങളുടെ ID കാർഡ് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് അമാൻഡ ചോദിച്ചപ്പോ അത് പാർട്ടി നടന്ന സ്ഥലത്ത് മറന്നു വെച്ചുവെന്നാണ് ജോർജ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ ഇയാള് കള്ളം പറയുന്നതാണോ എന്ന് അമാൻഡ വീണ്ടും സംശയിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ജോർജ് പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ അവര് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് TV-യിൽ ഒരു മെസ്സേജ് കണ്ടു. അത് US ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. എന്തോ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെന്നും എല്ലാവരും വീട്ടിനകത്ത് തന്നെ സേഫ് ആയിട്ടിരിക്കണമെന്നുമായിരുന്നു മെസ്സേജ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. കാരണം അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുള്ളൂ. ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി. ജോർജും റൂത്തും ബേസ്മെന്റിലാണ് പോയത്. എല്ലാവരും പോയതും TV-യിൽ കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് സിഗ്നൽ വന്നു. രാജ്യത്തിനെ മൊത്തം ആരോ സൈബർ ആക്രമണം നടത്തുകയാണെന്നാണ് വാർത്തയിൽ കാണിച്ചത്. അടുത്ത ദിവസം രാവിലെ റോസ് വന്ന് അമാൻഡയെ ഉണർത്തി. ഇന്റർനെറ്റും കിട്ടുന്നില്ല, TV-യിലാണെങ്കിൽ സിഗ്നലും കിട്ടുന്നില്ല. അതിനാൽ എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത എപ്പിസോഡ് കാണാൻ പറ്റുന്നില്ലെന്ന പരാതിയുമായിട്ടാണ് അവൾ വന്നത്. അവള് പോയ ശേഷം അമാൻഡ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ US-ൽ പലയിടങ്ങളിലും പവർ ഫെയിലിയേഴ്സ് സംഭവിച്ചിരിക്കുകയാണെന്നും അതിന്റെ പിന്നിൽ ഏതോ ശക്തമായ ഹാക്കേഴ്സ് ആണെന്നുമൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടു. അവള് ശരിക്കും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ക്ലേയെ വിളിച്ചുണർത്തി അത് കാണിച്ചു കൊടുക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്രത്യക്ഷമായി പോയി. ശേഷം എല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയം അമാൻഡ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ജോർജിനോട് പറഞ്ഞു. പക്ഷെ ജോർജ് അത് വലിയ കാര്യമാക്കിയില്ല. എന്നിരുന്നാലും ഹാക്കിങ്ങും പവർ ഫെയിലിയറും എന്നുമൊക്കെ കേട്ടപ്പോൾ റൂത്ത് അവളുടെ അമ്മയെ ഓർത്ത് ടെൻഷനിലായി. കാരണം സിഗ്നൽ ഒന്നുമില്ലാതെ ഫോൺ ചെയ്യാൻ പറ്റാത്തതിനാൽ അമ്മയുടെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. അമ്മയുടെ കാര്യം മാത്രമല്ല, ശരിക്കും പുറം ലോകത്ത് നടക്കുന്നത് ഒന്നും തന്നെ ഇവിടെ ഇരുന്നിട്ട് അറിയാൻ കഴിയുന്നില്ല. അതിനാൽ എന്തെങ്കിലും വിവരം അറിയാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജോർജും ക്ലേയും പുറത്തുപോയി. ജോർജ് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി. ക്ലേ ആണെങ്കിൽ നേരെ ടൗണിലേക്കാണ് പോയത്. പക്ഷേ റോഡിലൊന്നും ഒറ്റ മനുഷ്യനെയും കാണുന്നില്ല. കുറെ ദൂരം പോയപ്പോഴാണ് GPS ഇപ്പോഴും വർക്കാകുന്നില്ലെന്ന കാര്യം അവൻ ശ്രദ്ധിച്ചത്. GPS ഇല്ലാതെ അവന് ടൗണിലേക്ക് പോകാനുള്ള വഴിയും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു പോകുന്നതിനിടയിൽ ഒരിടത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ റോഡരികത്ത് നിൽക്കുന്നത് കണ്ടു. അവള് ആകെ പേടിച്ചു നിൽക്കുകയാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അവൾ അവനോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവള് പറയുന്ന ഒറ്റ വാക്ക് പോലും അവന് മനസ്സിലാകുന്നില്ല. കാരണം മെക്സിക്കൻ ഭാഷയിലാണ് അവള് സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം അവിടെ നിന്ന് സമയം കളയാതെ അവൻ വീണ്ടും മുന്നോട്ട് പോയി. കുറെ ദൂരം പോയപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. ഒരു പ്ലെയിൻ എന്തോ ചുവന്ന ദ്രാവകവും തളിച്ചുകൊണ്ട് വരികയാണ്. അതൊരുപക്ഷെ വിഷവാതകം വല്ലതുമായിരിക്കുമോ എന്ന് കരുതി അവൻ ശരിക്കും പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ആ പ്ലെയിൻ അടുത്തെത്തിയിരുന്നു. അവന്റെ കാറിന്റെ മണ്ടയിലും ദ്രാവകം വന്ന് വീണു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ചുവന്ന നിറത്തിലുള്ള എന്തോ ചെറിയ നോട്ടീസുകളായിരുന്നു, അല്ലാതെ ദ്രാവകമൊന്നുമല്ല. ഈ സമയം ഇവിടെ വീട്ടിൽ റോസ് സമീപത്ത് കുറെ മാനുകളെ കണ്ടു. അവൾ ഉടനെ ആർച്ചിയെയും അത് വിളിച്ച് കാണിച്ചു കൊടുത്തു. ഒരുപാട് മാനുകൾ അവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട്. അങ്ങനെ കൗതുകം തോന്നി രണ്ടുപേരും കൂടെ മാനുകളുടെ പിന്നാലെ പോയി. അവരുടെ വീടിന് പിന്നിൽ വലിയൊരു വനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദ്വീപിൽ ഭൂരിഭാഗവും വനം തന്നെ. എന്തായാലും കുറച്ചുള്ളിലോട്ട് പോയപ്പോൾ ഒരിടത്ത് ചെറിയൊരു ഷെഡ് ഇരിക്കുന്നത് കണ്ടു. അവര് കൗതുകത്തോടെ അതിനുള്ളിൽ കയറി നോക്കി. ഇത് കാലങ്ങൾക്ക് മുന്നേ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഷെഡാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മൊത്തത്തിൽ ഭയാനകമായ പ്രതീതി തോന്നിക്കുന്ന ഒരു ഷെഡ് ആയതിനാൽ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവര് തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷേ പോകുന്ന വഴിക്ക് ആർച്ചിയെ എന്തോ ഒരു പ്രാണി കടിച്ചു. ഇതേസമയം ജോർജ് ആണെങ്കിൽ അയൽവാസിയുടെ വീട്ടിലെത്തി. ബീച്ചിന് സമീപത്താണ് വീടിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നത് ജോർജിന്റെ ഒരു ഫ്രണ്ടാണ്. വീട് തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷെ അകത്ത് കയറി നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഈ ഫ്രണ്ടിന്റെ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെന്ന കാര്യം ജോർജിന് അറിയാം. അങ്ങനെ അവൻ ചെന്ന് അതെടുത്തു നോക്കി. പക്ഷെ അതിലും സിഗ്നല് കിട്ടുന്നില്ല. എന്ത് സാഹചര്യമായിരുന്നാലും ഇതിൽ സിഗ്നല് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിചിത്രമായിട്ട് അവന് തോന്നി. ശേഷം അവൻ വീടും പരിസരവും ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്നാൽ ബീച്ചിന് സമീപം ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. ഒരുപാട് വിമാനങ്ങളും വന്ന് ക്രാഷ് ആയിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവൻ ആകെ പരിഭ്രാന്തനായി. അപ്പോഴാണ് കുറച്ചകലെ നിന്നും ഒരു പ്ലെയിൻ വരുന്നത് കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് നിയന്ത്രണമില്ലാതെ ബീച്ചിൽ വന്ന് പതിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് അവിടെ നോടി വീട്ടിനകത്ത് കയറി. ഉടനെ പ്ലെയിൻ വന്ന് പതിച്ച് പൊട്ടിത്തെറിച്ചു. ജസ്റ്റ് മിസ്സിനാണ് അവൻ രക്ഷപ്പെട്ടത്.
ശേഷം അവൻ തിരിച്ച് വീട്ടിൽ വന്ന് നടന്ന സംഭവങ്ങളൊക്കെ അമാൻഡയോടും റൂത്തിനോടും പറഞ്ഞു. അതുപോലെ സാറ്റലൈറ്റിൽ സിഗ്നൽ കിട്ടാത്ത കാര്യവും പറഞ്ഞു. തെളിഞ്ഞ ആകാശമുണ്ടെങ്കിൽ തീർച്ചയായും സിഗ്നൽ കിട്ടേണ്ടതാണ്. എന്നിട്ടും സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ ഹാക്കേഴ്സ് ഒരുപക്ഷെ സാറ്റലൈറ്റുകളെയും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയേറെ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള സാറ്റലൈറ്റ് ഹാക്ക് ചെയ്തുവെങ്കിൽ അതിനർത്ഥം ഇത് വളരെ ഗൗരവമായ സിറ്റുവേഷൻ ആണെന്നാണ്. അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് കാത് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള വളരെ ഹൈ പിച്ച് ശബ്ദമാണ്. കുറച്ച് സെക്കൻഡുകൾ നേരം മുഴങ്ങിയിട്ട് അത് നിന്നു. എല്ലാവരും വലിയ ഷോക്കിലായി. അതെന്ത് ശബ്ദമാണെന്നോ എവിടുന്നാണ് അത് വന്നതെന്നോ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് മനസ്സിലായില്ല. ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ കീഴടക്കാൻ വരുന്നതായിരിക്കുമെന്നാണ് അമാൻഡ കരുതുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഒരുത്തൻ കുറെ സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നത് കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന കാര്യം ചിലപ്പോൾ അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കുമെന്ന് അമാൻഡ പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോർജിന് ആളെ പിടികിട്ടി. അത് ജോർജിന്റെ മറ്റൊരു ഫ്രണ്ട് ഡാനിയാണ്. അയാള് പണ്ട് മിലിറ്ററിയിലായിരുന്നു. അതുകൊണ്ട് സർവൈവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അയാളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ക്ലേയും തിരികെ എത്തി. അവനും കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ചുവന്ന നോട്ടീസും കാണിച്ചു കൊടുത്തു. അതിൽ അറബിക് ഭാഷയിലാണ് എന്തൊക്കെയോ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ അപ്പോഴാണ് ആർച്ചി അതിലുള്ള സിമ്പൽ ശ്രദ്ധിച്ചത്. അവൻ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ കണ്ടിട്ടുള്ള അതേ സിമ്പൽ ആയതിനാൽ അവൻ അതിന്റെ അർത്ഥം അറിയാമായിരുന്നു. അമേരിക്കൻസ് മൊത്തം കൊല്ലപ്പെടട്ടെ എന്നാണ് ആ സിമ്പലിന്റെ അർത്ഥം. ഇതൊക്കെ കേട്ടപ്പോൾ അമാൻഡ ആകെ പേടിച്ചുപോയി. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവള് അവളുടെ കുടുംബത്തെയും കൊണ്ട് പോകാനൊരുങ്ങി. സിറ്റിയിലേക്ക് പോകുന്നത് ഡേഞ്ചറസ് ആയിരിക്കുമെന്ന് ജോർജ് വാണിംഗ് കൊടുത്തതാണ്. എന്നിട്ടും അത് കേൾക്കാതെ അവള് ഫാമിലിയെയും കൊണ്ട് അവിടുന്ന് പോയി. പോകുന്ന വഴിക്കൊന്നും ആരെയും കണ്ടില്ല. അങ്ങനെ കുറെ ദൂരം പോയപ്പോൾ അവരൊരു റോഡ് ബ്ലോക്കിന് മുന്നിലെത്തി. എന്താണ് സംഭവമെന്നറിയാൻ അവള് പുറത്തിറങ്ങി നോക്കി. എല്ലാ വണ്ടികളും എങ്ങനെയോ ആക്സിഡന്റ് പറ്റി തകർന്നു കിടക്കുകയാണ്. പല കിലോമീറ്ററുകളോളം ദൂരം വരെ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വണ്ടികൾ ഉണ്ടെങ്കിലും ഒറ്റ മനുഷ്യനെയും സമീപത്തൊരിടത്തും കാണുന്നില്ല. ഡ്രൈവേഴ്സിനെ പോലും കാണാനില്ല. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതെല്ലാം തന്നെ ടെസ്ലയുടെ ഓട്ടോ ഡ്രൈവിംഗ് ടെക്നോളജി ഉള്ള വണ്ടികളാണ്. ഒരുപക്ഷെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഹാക്കേഴ്സ് ചെയ്യുന്ന പണിയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. കുറച്ചു കഴിഞ്ഞതും അകലെ നിന്നും മറ്റൊരു ടെസ്ല കാർ വരുന്നത് കണ്ടു. അതും ഓട്ടോ ഡ്രൈവിംഗ് ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എത്രയും വേഗം അവരുടെ വണ്ടി എടുത്ത് മാറ്റിയില്ലെങ്കിൽ ടെസ്ല വന്ന് അവരുടെ വണ്ടിയിലിടിക്കും. അങ്ങനെ അവൾ ഓടിച്ചെന്ന് വണ്ടി എടുത്തു. എന്നിട്ട് തിരിച്ച് ജോർജിന്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും കുറെ ടെസ്ലകൾ വരുന്നത് കണ്ടിരുന്നു. ശേഷം വൈകുന്നേരം ജോർജും റൂത്തും കൂടെ പൂളിനരികിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഔഷധ ഗുണമുള്ള എന്തോ പച്ചിലകളൊക്കെ കത്തിച്ച് വലിച്ചുകൊണ്ടാണ് അവര് സംസാരിക്കുന്നത്. അതിനിടയിൽ അവിടെ കുറെ ഫ്ലമിംഗോ പക്ഷികൾ വന്നു. അത് അവർക്ക് വലിയൊരു കൗതുകമായിട്ട് തോന്നി. കാരണം ഇത് ഫ്ലമിംഗോ പക്ഷികളുള്ള ദ്വീപല്ല. അവ മൈഗ്രേറ്റ് ചെയ്യുന്നതും ഈ സീസണിലല്ല. അതിനാൽ തന്നെ ഇപ്പോൾ ഈ പക്ഷികൾ ഇവിടെ വരാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കേണ്ടതല്ല. ഈ സമയം ഇവിടെ അമാൻഡയും ജോർജും കൂടെ സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ജോർജിനോട് റൂഡായിട്ട് പെരുമാറിയതിന്റെ പേരിൽ അവൾ അവനോട് സോറി പറഞ്ഞു. എന്നിട്ട് അവർ ഔഷധ പാനീയങ്ങളൊക്കെ കുടിച്ച് പാട്ട് പ്ലേ ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീണ്ടും നേരത്തെ കേട്ടതുപോലെ ഹൈ പിച്ച് ശബ്ദം കേട്ടത്. എല്ലാവരും ചെവികൾ പൊത്തി പേടിച്ചലറി. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ ആർച്ചയ്ക്ക് നല്ല പനിയായിരുന്നു. പനി മാത്രമല്ല, അവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം തൊടുമ്പോൾ തന്നെ അവന്റെ പല്ലുകളൊക്കെ ഇളകി വരികയാണ്. ഇടയ്ക്ക് രക്തവും തുപ്പാൻ തുടങ്ങി. സംഭവം ഇന്നലെ ഇവനെ കടിച്ചത് എന്തോ മാരക വിഷമുള്ള പ്രാണിയായിരുന്നു. എത്രയും വേഗം അവന് മരുന്ന് നൽകിയേ പറ്റൂ. പക്ഷെ ഈ ദ്വീപിലാണെങ്കിൽ ആശുപത്രിയുമില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിനിടയിൽ ജോർജിന് ഒരു ഐഡിയ തോന്നി. നേരത്തെ പറഞ്ഞ അവന്റെ ഫ്രണ്ട് ഡാനിയുടെ പക്കൽ തീർച്ചയായും മരുന്നുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനും ക്ലേയും കൂടെ ആർച്ചയെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് ജോർജ് പറഞ്ഞു. അങ്ങനെ അവര് പോകാൻ നിന്നപ്പോഴാണ് റോസ് മിസ്സിംഗ് ആണെന്ന കാര്യം ക്ലേ ശ്രദ്ധിച്ചത്. എല്ലാവരും വീണ്ടും കൂടുതൽ ടെൻഷനിലായി. ഒരുപക്ഷെ അവള് കാട്ടിലുള്ള ഷെഡിൽ കാണുമെന്ന് ആർച്ചി പറഞ്ഞു. അത് കേട്ട് ഉടനെ അമാൻഡ കാട്ടിലേക്ക് പോയി. അവളെ സഹായിക്കാൻ ജോർജ് റൂത്തിനെയും കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് ജോർജും ക്ലേയും കൂടെ ആർച്ചിയെയും കൊണ്ട് ഡാനിയുടെ അടുത്ത് പോയി. ഷെഡിൽ വന്ന് നോക്കിയപ്പോൾ റോസിനെ അവിടെ കാണാനില്ല. അമാൻഡയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി. നമുക്ക് തിരിച്ചു പോകാമെന്ന് റൂത്ത് പറഞ്ഞു. അങ്ങനെ അവര് പുറത്തിറങ്ങിയതും ഷെഡിന് ചുറ്റും കുറെ മാനുകൾ വന്ന് നിൽക്കുന്നത് കണ്ടു. എല്ലാം കൂടെ അവരെ തുറച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവസാനം രക്ഷയില്ലെന്ന് തോന്നിയതും അവര് അവരുടെ ഏറ്റവും പവർഫുൾ ആയ വെപ്പൺ ഉപയോഗിച്ചു. അതായത് രണ്ടുപേരും കൂടെ പേയ് പിടിച്ചതുപോലെ തൊണ്ട പൊട്ടി അലറി വിളിക്കാൻ തുടങ്ങി. അത് കേട്ട് ഇവർക്ക് പ്രാന്താണെന്ന് കരുതി പാവം മാനുകളെല്ലാം കൂടെ പേടിച്ചോടി. ഈ സമയം ഇവിടെ 3 പേരും കൂടെ ഡാനിയുടെ വീട്ടിലെത്തി.
പക്ഷേ കൂട്ടുകാരനാണെന്നൊന്നും നോക്കാതെ ഡാനി ഷോട്ട് ഗൺ എടുത്ത് അവർക്ക് നേരെ ചൂണ്ടി. എന്റെ മകന്റെ അവസ്ഥ വളരെ സീരിയസ് ആണെന്നും മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അവൻ മരിച്ചു പോകുമെന്നും ക്ലേ പറഞ്ഞു. വേണമെങ്കിൽ എന്റെയിലുള്ള മൊത്തം കാശും തരാമെന്ന് പറഞ്ഞ് അവൻ നേരത്തെ ജോർജ് കൊടുത്ത 80,000 രൂപയും ഡാനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഡാനി മരുന്ന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. കാരണം യുദ്ധത്തിന്റെ കാലമായി ഇങ്ങനൊരവസരത്തിൽ ആരെങ്കിലും സഹായിക്കാൻ നിന്നാൽ അത് എനിക്ക് തന്നെ വലിയ വിനയായി മാറുമെന്നാണ് ഡാനി പറയുന്നത്. അവസാനം ദേഷ്യമെന്ന ജോർജ് അവന്റെയിലുള്ള തോക്കും എടുത്ത് ഡാനിക്ക് നേർക്ക് ചൂണ്ടി. എന്നിട്ട് മരുന്നും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കട്ടക്കലിപ്പിലായി. ഉടനെ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ ക്ലേ വന്ന് അവരുടെ ഇടയിൽ നിന്നിട്ട് വീണ്ടും ഡാനിയോട് അപേക്ഷിച്ചു. നീ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മകനും ഇപ്പോ വലിയ അപകടത്തിലാണ്. നിന്റെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ? അപ്പോ പിന്നെ നീ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ എന്നൊക്കെയാണ് ക്ലേ പറഞ്ഞത്. അത് കേട്ട് അവസാനം ഡാനിക്ക് മനസ്സലിവ് തോന്നി. അങ്ങനെ അവൻ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കഴിച്ചപ്പോഴാണ് ആർച്ചിക്ക് അസുഖം കുറഞ്ഞത്. ശേഷം ഡാനി ചില കാര്യങ്ങൾ പറഞ്ഞു. നോർത്ത് കൊറിയയാണ് യുഎസിനെ ആക്രമിക്കുന്നത്, അല്ലാതെ മിഡിൽ ഈസ്റ്റ് രാജ്യമൊന്നുമല്ല. അധികം വൈകാതെ അവര് യുഎസിനെ മൊത്തം നശിപ്പിക്കും. നമ്മളിപ്പോൾ ഒരു യുദ്ധഭൂമിയിലാണ്. എല്ലാവരും വളരെ കരുതലോടെ വേണം നടക്കാൻ. അപ്പുറത്തെ ടൗണിലെ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടെന്ന് കേട്ടു. വേണമെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് കുറെ കാലം സേഫ് ആയിട്ട് ജീവിക്കാം. ഇതൊക്കെ കേട്ടപ്പോഴാണ് മുൻപ് മിലിറ്ററിയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യം ജോർജ് ഓർത്തത്. കാറിൽ കയറിയ ശേഷം അവനത് ക്ലേക്ക് പറഞ്ഞു കൊടുത്തു. സംഭവം, മറ്റൊരു രാജ്യത്തിനെ കീഴടക്കാൻ 3 ഘട്ടങ്ങളുള്ള തന്ത്രപരമായ ഒരു ആസൂത്രണമുണ്ട്. ഒന്നാമത്തെ ഘട്ടം ജനസമൂഹത്തെ മൊത്തം ഐസൊലേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മൊത്തം ശത്രുക്കൾ ഹാക്ക് ചെയ്തില്ലാതാക്കിയത്. ഹാക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളെല്ലാം ഉപയോഗിച്ച് റോഡുകളൊക്കെ ബ്ലോക്ക് ആക്കിയതും അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഘട്ടം രാജ്യത്തിൽ പരമാവധി പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുക. നോട്ടീസുകളിലൂടെ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിച്ചതും സാറ്റലൈറ്റുകൾ ഹാക്ക് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞതും GPS ഇല്ലാതെയാക്കി ഗതാഗതമെല്ലാം തകർത്ത് കളഞ്ഞതും അങ്ങനെ അതെല്ലാം തന്നെ രണ്ടാമത്തെ ഘട്ടത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഒരുപാട് പവർ സ്റ്റേഷൻസും ഹാക്ക് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതും രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമാണ്. അതുപോലെ മറ്റൊരു കാര്യം, നേരത്തെ കേട്ട ഹൈ പിച്ച് സൗണ്ട് യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ എല്ലാം താളം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മൃഗങ്ങൾ കാരണം കൂടുതൽ കോലാഹലങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തെ ഘട്ടം എന്നത് ആഭ്യന്തര യുദ്ധമാണ്. അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാജ്യത്തിലുള്ള ജനങ്ങൾ മൊത്തം സർവൈവ് ചെയ്യാൻ വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നേരത്തെ രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടിയതുപോലെ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ ഘട്ടം തുടങ്ങിയെന്നർത്ഥം. ഈ 3 ഘട്ടങ്ങളും കഴിയുമ്പോഴേക്കും രാജ്യം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും. പിന്നെ കൊറിയയ്ക്ക് നിസ്സാരം പോലെ യുഎസിനെ കീഴടക്കാൻ പറ്റും. ഇതാണ് ശരിക്കും ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ക്ലേക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കണമെന്നും പറഞ്ഞു. ക്ലേയും അത് സമ്മതിച്ചു. ഇവിടെ റൂത്തും അമാൻഡയും ഇപ്പോഴും റോസിനെയും അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണ്. അതിനിടയിൽ ഒരു കുന്നിന് മുകളിൽ എത്തിയപ്പോൾ അകലെ സിറ്റിയിൽ നടക്കുന്നത് അവർക്ക് കാണാൻ പറ്റി. അത് കണ്ട് അവര് പകച്ചു നിന്നു. അവിടെ മൊത്തം കലാപങ്ങൾ നടക്കുകയാണ്. എല്ലായിടത്തും വിസ്ഫോടനങ്ങൾ, വെടിയൊച്ചകളും കേൾക്കുന്നുണ്ട്. അതായത് മൂന്നാമത്തെ ഘട്ടം രൂക്ഷമായെന്നർത്ഥം. അടുത്ത് റോസിനെയാണ് കാണിക്കുന്നത്. അവള് നേരത്തെ ഡാനി പറഞ്ഞ അപ്പുറത്തെ ടൗണിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തി. അവിടെ ഇരുന്ന ഫുഡൊക്കെ അവൾ എടുത്ത് കഴിച്ചു. പുറത്ത് സംഭവിക്കുന്നതൊന്നും അവള് കാര്യമാക്കുന്നില്ല. അകലെ അവളുടെ അമ്മ റോസ് റോസ് എന്ന് വിളിക്കുന്നത് കേൾക്കാം. പക്ഷെ അവള് അതുപോലും വകവെക്കാതെ വീട് മൊത്തം ചുറ്റി നടന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തുറന്നു കിടക്കുന്ന അണ്ടർഗ്രൗണ്ട് ബങ്കർ കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ജിമ്മ്, പുസ്തകങ്ങൾ, വീഡിയോ ഗെയിംസ്, TV, മൂവീസ്, കുന്നോളം ആഹാരവും ജലവും, അങ്ങനെ അടുത്ത 10 വർഷത്തേക്ക് പുറത്തു പോകാതെ സർവൈവ് ചെയ്യാനുള്ള എല്ലാം തന്നെയുണ്ട്. ഇന്റർനെറ്റ് പോലും ലഭ്യമാണ്. TV ഓൺ ചെയ്തപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ന്യൂസും കാണിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്ത് പലയിടങ്ങളിലും ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നുവെന്നും വൈറ്റ് ഹൗസിനെ പോലും ആരും ആക്രമിച്ചു എന്നുമൊക്കെയാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊറിയ നേരിട്ട് വന്ന് യുദ്ധം തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അവൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ ഒരുപാട് DVDകൾ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതിൽ ഫ്രണ്ട്സുമുണ്ട്. അവൾ അത് പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.